എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന് വിധികർത്താക്കൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ട ചില സന്ദർഭങ്ങൾക്കാണ് ടോപ്പ് സിംഗർ സീസൺ 5 വേദി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. മോളുടെ കയ്യിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതല്ല. ആദ്യം അതിഗംഭീരമായി 100-ൽ 100 വാങ്ങിപ്പോയിക്കൊണ്ടിരുന്നതാ. ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ട് ഉഴപ്പുന്നതാണോ അതോ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു പോകുന്നതാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്കിൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. ശ്രദ്ധിക്കണം കേട്ടോ എന്നാണ് MG വിലയിരുത്തിയത്. നല്ല ടാലൻറ്റഡ് സിംഗറാണ്. കേട്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നുകയാ. ആദ്യം വളരെ നന്നായി പാടിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പോൾ കുറച്ചായി വീക്കായി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം. ശ്രദ്ധക്കുറവാണെന്നാണ് എൻ്റെ സംശയം. മോള് കാര്യമായി ശ്രദ്ധിക്കുക എന്നാണ് മധു ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി ഫാൻസിനെ സമ്പാദിച്ച ഗായികയല്ലേ. കമൻറ്റുകൾ ഉൾക്കൊണ്ട് തിരുത്തി എല്ലാവരുടെയും പ്രതീക്ഷക്കൊത്തുയർന്ന് വരണമെന്നാണ് റിമി ടോമി വിലയിരുത്തിയത്. മാതം പുലരുമ്പോൾ മോരൂട്ട് എന്ന ഗാനവുമായി എത്തിയ ആർജിതയുടെ പ്രകടനം വിലയിരുത്തുന്നതിനിടയിലാണ് അസാധ്യ ഗായികയായ തുടർച്ചയായി ഗോൾഡൻ ക്രൗൺ സ്വന്തമാക്കിയ ആർജിതക്കുട്ടിയുടെ പുതിയ പ്രകടനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്തുയരാത്തത് ഞങ്ങളെ വളരെ വിഷമിപ്പിക്കുന്നുവെന്ന് വിധികർത്താക്കൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത്. വിധികർത്താക്കളുടെ ഹൃദയം തുറന്നുള്ള വാക്കുകളിൽ ആർജിതക്കുട്ടിയോടുള്ള വാത്സല്യവും ഗുരുക്കന്മാരുടെ കരുതലും ആത്മാർത്ഥതയും ഒരുപോലെ പ്രകടമായിരുന്നു. 96 മാർക്കാണ് ആർജിതക്കുട്ടിയുടെ പ്രകടനത്തിന് ലഭിച്ചത്. വിധികർത്താക്കളുടെ ആത്മാർത്ഥമായ കമൻറ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പോരായ്മകൾ തിരുത്തി മികച്ച തിരിച്ചുവരവ് നടത്തുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആർജിതക്കുട്ടി വേദിയിൽ നിന്നും മടങ്ങിയത്. ഗോൾഡൻ ക്രൗൺ തിളക്കമുള്ള പ്രകടനങ്ങളുമായി മികച്ച തിരിച്ചുവരവ് നടത്താൻ ആർജിതക്കുട്ടിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കും കാത്തിരിക്കാം.